ഗൈസ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വളരെ സ്പെഷ്യൽ ദിവസമാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോലും ഇത് അറിയുമെന്ന് അറിയില്ല, നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന്. ഈ വ്ളോഗ് വരുന്നത് എന്ന് പറയുമ്പോൾ 4-ാം തീയതി ജൂലൈ 4-ന് എൻ്റെ അമ്മയുടെയും പിന്നെ ജെഫ്രിൻ്റെയും ബർത്ത്ഡേ ആണ്. അത് ആലോചിച്ച് നോക്ക്, ക്ലോസ് ഫ്രണ്ടിൻ്റെയും അമ്മയുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. സോ നമ്മൾ ആക്ച്വലി കുറേ സെലിബ്രേഷൻ ഒക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ എല്ലാം ക്യാൻസൽ ചെയ്തു. കുറേ കാര്യങ്ങൾ തോന്നുന്നു. ഒന്ന് വേദുന്ന് തീരെ വയ്യ, അവൻ ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. എൻ്റെ നടുവെട്ടി ഞാൻ കിടപ്പിലായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ. പക്ഷെ അതിനൊക്കെ ഉപരി നമ്മുടെ ഷോപ്പിൻ്റെ ഒരു സ്പെഷ്യൽ സാധനം നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ആദ്യം അത് കാണിക്കാം, എന്നിട്ട് ഞാൻ കുറച്ച് സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതല്ലേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഡാർലിംഗ്. My darling, my loving son, thank you. ഇതെന്താ ഇത്? എത്ര കിലോ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടോ? Looking very pretty. Many many happy returns of the day. Thank you. Okay, special surprise ഒന്നും ഇല്ല. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത. വേദന വയ്യാതെ എന്റെ നടുവെട്ടി. നീ പറഞ്ഞപ്പോൾ എന്റെ ബർത്ത്ഡേ എന്ന് തന്നെ അറിയുന്നു. ഞാൻ മറന്നു. എനിക്ക് ഫുള്ള് 2 ദിവസം കൊണ്ട് അവന്റെ കൂടെ തന്നെയായിരുന്നു. തീരെ വയ്യായിരുന്നു. എന്റെ നടുവെട്ടി, അതുകൊണ്ട് അതും നടന്നില്ല. പിന്നെ ഷോപ്പിന്റെ കുറെ പണികളുണ്ടായിരുന്നു. 1 മണി 2 മണി രാത്രി വരുമ്പോ, അതുകൊണ്ട് അതും നടന്നില്ല. പക്ഷെ ഒന്നും ഇല്ലെങ്കിലും നല്ല ഫുഡ് ഇല്ലാതെ എന്ത് സെലിബ്രേഷൻ. അപ്പൊ അതെങ്കിലും റെഡിയാക്കാം. ജെഫ്രിനും കൂടെ ബർത്ത്ഡേ അറിയോ? അപ്പൊ ജെഫ്രിനോ? പക്ഷെ ഇത് ഫുഡി ആയി പോവുമ്പ. ബർത്ത്ഡേ എന്താ പറയാനുള്ള ആൾക്കാരോട്? എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? എനിക്ക് എല്ലാരും എന്തൊക്കെയാ ഗിഫ്റ്റ് തരുന്നേന്ന് ഞാൻ നോക്കി. ഒരു മിനിറ്റ്. ഇത് ആക്ച്വലി ഒരു സബ്സ്ക്രൈബറെ ഷോപ്പിൽ കൊണ്ട് അമ്മയ്ക്ക് തരാൻ പറഞ്ഞ് കൊടുത്ത. എനിക്ക് ആരാ പേരെന്താ ഒന്നും അറിയില്ല. ഇത് അമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇന്നല്ല 2-3 ദിവസം മുമ്പേ തന്നാ. എന്താന്ന് നോക്കട്ടെ. അമ്മയ്ക്ക് പ്രത്യേകം കൊടുക്കണം എന്ന് പറഞ്ഞാണ് തന്നത്. കൈ തന്നെ കൊടുക്കണം. ഞാനില്ലായിരുന്നു, അതാ, അല്ലെങ്കിൽ ഞാൻ പേര് ചോദിച്ചാണ്. ആര് തന്നാലും നമ്പറെങ്കിലും തരണേ, ഒരു താങ്ക്സ് പറയണ്ടേ എനിക്ക്. ഇഷ്ടപ്പെട്ടാ? ഇതിന്റെ കൂടെ എങ്ങനെ ഇടും, അതാണ് എന്റെ പ്രശ്നം. അമ്മയ്ക്ക് എനിക്കത് ബ്രേസ്ലെറ്റ്സ് വീക്ക്നെസ് ആയതുകൊണ്ടായിരിക്കും അവര് തരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടാവും. ഇത് ആക്ച്വലി ഇത് മാത്രം ഇട്ടാൽ മതി, അത്രയും റിച്ച് ഇത്. എനിക്കത് കുറച്ചും കൂടി ഇവന്റ്സിനൊക്കെ പോകുമ്പോ ഇടാൻ പറ്റിയ സംഭവങ്ങളാ. 2 ബ്രേസ്ലെറ്റ് അമ്മയ്ക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ തന്നില്ലെങ്കിൽ ആൾക്കാർ തരുന്നില്ലേ? എന്നാ ചെമ്മീൻ ഫ്രൈ വാങ്ങി, ചെമ്മീൻ ഫ്രൈ വാങ്ങിത്തരാം. ഇനി ആരും കൊടുക്കണ്ട, ബർത്ത്ഡേ കഴിഞ്ഞു. ഈ വീഡിയോ വരുമ്പോഴേക്കും ബർത്ത്ഡേ കഴിയും. വാ, കമ്മലെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഗൈസ്, നമ്മൾ നമ്മുടെ ഓൺ ആയിട്ടുള്ള ജ്വല്ലറി ലൈൻ ലോഞ്ച് ആണ്. അതിന്റെ ഒരു പ്രോപ്പർ വീഡിയോ ആണ്. ഒരു ഇനോഗ്രേഷൻ ഒക്കെ ഒരു കിടിലൻ ആളാണ് ചെയ്തത്. അഫോർഡബിൾ ജ്വല്ലറീസ് ആയിരിക്കും, ആന്റി ടാർണിഷ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. പക്ഷെ നമ്മൾ ഈ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ജൂലൈ 4th, 5th, 6th 3 ദിവസങ്ങളിൽ രാത്രി 10 മണി വരെ ഓപ്പൺ ആയിരിക്കും. സോ നിങ്ങളുടെ സൗകര്യം നോക്കി നിങ്ങൾ വന്ന് ഞങ്ങളുടെ ജ്വല്ലറീസ് വാങ്ങുക. അതുപോലെ തന്നെ ബാങ്കോക്ക് ഫാഷൻ, ഞങ്ങളുടെ ബുട്ടീക്കിന്റെ ഫുൾ ക്ലോത്തിങ് ലൈൻ ഞാൻ കാണിച്ചു തരാം. ഫുൾ ക്ലോത്തിങ് ലൈൻ നമ്മൾ പുതിയതാക്കിയിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതല്ലാതെ നമ്മുടെ എല്ലാ ബ്രാൻഡ്സും പുതിയതായിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സോ ജ്വല്ലറീസ് ഞാൻ ജസ്റ്റ് ഒരു സ്നീക്ക് പീക്ക് കാണിച്ചു തരാം. പ്രിയ കാണിക്കരുതാണ് പറഞ്ഞത്, ലോഞ്ച് ചെയ്തൊന്ന് കാണിച്ചാൽ മതി. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു സ്നീക്ക് പീക്ക്. കമ്മല്, മാല, വള, ബ്രേസ്ലെറ്റ്സ് എല്ലാം വെസ്റ്റേൺ ജ്വല്ലറീസ്. ഇന്ത്യൻ ജ്വല്ലറീസ് നമ്മുടെ ബ്രാൻഡിനില്ല, പക്ഷെ വേറെ ബ്രാൻഡ്സിനുണ്ട്. നമ്മുടെ വേറെ ജ്വല്ലറി ബ്രാൻഡ്സിനുണ്ട്. പക്ഷെ നമ്മുടെ ഓൺ ബ്രാൻഡിൽ വെസ്റ്റേൺ ജ്വല്ലറീസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ജ്വല്ലറീസ് ആയിരിക്കും. സോ പ്ലീസ് ഡു കം. ആൻഡ് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി 2 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. സോ ഒരു അടിപൊളി കളക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ രസം എന്ന് പറയും, ഇന്നിപ്പോ ജൂലൈ 3rd ആണ്. നമ്മൾ ഇതൊക്കെ ചെയ്ത് ജൂലൈ 4th ലോഞ്ച് ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഉള്ളൂ. അപ്പൊ അപ്പുറത്തെ ഡ്രസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് ഇവിടെ ജ്വല്ലറി അറേഞ്ച് ചെയ്തു. ജ്വല്ലറി പ്രിയക്ക് വയ്യാത്തതുകൊണ്ട് ജ്വല്ലറി ഇപ്പൊ അറേഞ്ച് ചെയ്യാൻ സ്റ്റാഫുകൾ അവിടെ ബിസിയാണ്. ഇന്നൊരു സ്റ്റാഫ് ലീവുമാണ്. ഞാന്, പ്രിൻസ്, ഒരാളും കൂടെ വരും ഇപ്പൊ ഇത് അറേഞ്ച് ചെയ്യാനായിട്ട്. ആൾക്കറിയില്ല കേട്ടോ ഇതാ പണിയത്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ മറ്റേ ശ്രീനിവാസിന്റെ പോലെ ഞാനെ പോലെ താടിയൊക്കെ നരച്ച് മുടി പ്രണവനെ മുടി വളരുന്നില്ല. ആയി എന്ത് ചെയ്യാൻ, അത്രയും വർഷമായി കണ്ടിട്ട്. ആയതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോഴും. ഇത്ര നാളായി. ഭയങ്കര മോഹം ഈയിടെയായിട്ട്. ഭാര്യ മാത്രം മോഹിക്കാത്തുള്ളൂ. പണിയുണ്ട്, ഇഷ്ടം മാതിരി ഉണ്ട്. അകത്ത് എന്തായിരിക്കും
ഇത് ഓരോന്നായിട്ട് കവർ ചെയ്ത് ഊരി തൂക്കുക രാത്രി വരെ. ഇതാണ് പരിപാടി. ഇതെല്ലാം കവർ ചെയ്ത് ഊരി തൂക്കുക ഓരോന്ന് ഇത്രയുണ്ട് തൂക്കാനായിട്ട്. നാളെ ഇനോഗ്രേഷനാ. ആ അതെ അതെ, സഹിക്കുന്നതിന് നമുക്ക് ഇങ്ങോട്ട് തരും. ആ പൊളിക്കില്ലേ? അത് മതി. അപ്പൊ മനസ്സിലായല്ലോ ആർക്കാന്ന് മനസ്സിലായല്ലോ. ആള് വീഡിയോ കാണുന്നുണ്ട്, ഞങ്ങളുടെ സബ്സ്ക്രൈബറാ. അതെ രണ്ടും അമ്മ തിരിച്ചു പറഞ്ഞോ? അത് അമ്മയുടെ മേക്കപ്പാ. അതാ ബന്ധുപ്പോൾ വെയിറ്റിംഗ് ഫുഡിന്. ഗൈസ്, ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള റെസ്റ്റോറന്റ് ആണ്, കത്രിക്കട വന സീക്കിംഗ്. ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ആണ്. പക്ഷെ അനീഷ് പറഞ്ഞ നമ്മുടെ ഒരു കിടലൊരു ആർക്കിടെക്ട് ഉണ്ടല്ലോ, പറഞ്ഞ സമയത്തൊക്കെ എല്ലാം ചെയ്തു തരുന്ന ആർക്കിടെക്ട് പുള്ളിയുടെയാണ്. സോ ഇവിടെ ഹോട്ട് ബോക്സ്, എനിക്ക് വേദുവിനും എൻ്റെ ഫുൾ ഫാമിലി ഇവിടുന്ന് മാത്രമേ ബിരിയാണി കഴിക്കുള്ളൂ. ഹോട്ട് ബോക്സ്, ഷവർമ മാക്സ് എനിക്കറിയില്ല. ഒത്തൻറ്റിക് സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്, സീക്കിംഗ്. സോ ഇവിടുന്ന് സ്പെഷ്യൽ കഴിക്കുക. ഇവിടുത്തെ ഒരു പ്രോൺ കാന്താരി ക്രീമി ഒരു സംഭവം ഉണ്ട്, അത് അടിപൊളിയാണ്. പിന്നെ മീൽസും അടിപൊളിയാണ്, ഫിഷിന്റെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഇത്രയും പേരെ വന്നിരിക്കുന്ന അമ്മ ബില്ല് ചെയ്യുന്നു വിചാരിച്ചേട്ടാ. ബർത്ത്ഡേ ട്രീറ്റ്. ആരാ മോള്? എന്തിനാ 2 ടേബിൾ മൂട്ടി സൈഡിലിട്ടാ മതി. ഇത് അതുപോലത്തെ ഒരു ടേബിൾ ഇട്ടാ മതി. വേണമെങ്കിൽ ഒറ്റയ്ക്കൊരു ടേബിൾ എടുത്തോ, ഞങ്ങൾ അതിൽ അപ്പുറമെല്ലാം പോയിരുന്നോളാം. ഫുഡിന് വെയിറ്റ് ചെയ്യുന്ന ടൈമില് അമ്മയ്ക്കും ജെഫ്രിക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. എന്തായിരിക്കും ഇത്? ഇപ്പൊ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യാം. ഇത് മുകളിലുള്ള ജെഫ്രിന്റെ അടിയില്ല അമ്മയുടെ. അതെ, ഇത്രയും ടൈം ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഫ്രം ഓൾ ഓഫ് us. മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ, ഫുഡ് കഴിഞ്ഞ് ഉറക്കാം. ഓക്കെ, മീൽസ് വന്നിട്ടുണ്ട്. ഇതോ ഇതൊക്കെ 2 പേർക്ക് മാത്രം കിട്ടിയ അതായിരിക്കുമല്ലോ. കിഡിലെ മീൽസ്. ഇത് ഇവരുടെ കാളാഞ്ചി തവ ഫ്രൈ ആണ്. നിങ്ങൾ ഫിഷ് ഫ്രൈ പറയുന്നത് തവ ഫ്രൈ തന്നെ പറയാം. ഇത് ഒരു അടിപൊളിയായിട്ടാണ്, ക്രീമി ഗാർലിക് പ്രോൺസ്. ഇത് വേറെ പ്രോൺസ്. ഇത് കൊഴുവ ഫ്രൈ. ഓക്കെ, ഇത് മീൻകറി. ഇത് ഇതിന്റെ കൂടെ വരുന്ന മീൻകറി. ആദ്യമായിട്ടാണോ വരുന്നത്? പൊടിയാ. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ. എല്ലാരും യൂണിവേഴ്സലി ലൗഡാണ്. പൊള്ളില്ല അത്? അടിപൊളി. ഇഷ്ടമായോ വെക്കുന്നത്? ഇതുപോലത്തെ പ്രിപ്പറേഷൻ കഴിച്ചിട്ടില്ലല്ലോ അവിടെ? അനീഷിനോട് ഡെയിലി പറഞ്ഞ വീട്ടിൽ കൊടുത്തായിരിക്കാൻ പറയാം. ഇല്ല, വന്നിട്ടില്ല. ഇത്രയും ക്ലീൻ ആക്കി എല്ലാം നോക്ക്. എവ്രി വൺസ് പ്ലേറ്റ് ആൻഡ് ദ ഡിഷസ് ആർ ക്ലീൻ. ദാറ്റ് മീൻസ് ദ ടേസ്റ്റ് ഇസ് സോ ഗുഡ്. ഞങ്ങൾ ഇത് റെഗുലർ വിസിറ്റേഴ്സ് ആണ്. ഹൈലി റെക്കമെൻഡഡ് ഫോർ സീ ഫുഡ്. ഓ, പായസം ഉണ്ടല്ലോ. അപ്പൊ ലൈം ജ്യൂസോ? എനിക്ക് വേണ്ട. പായസം കുടിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടി മേടിക്കാം. അപ്പൊ ലൈം ജ്യൂസ് മേടിക്കാൻ സുഖം. അത് കറക്റ്റാ, ബാലൻസ് ആവും, മധുരം കറക്റ്റ് ആവും. എല്ലാം കൂടി മിക്സ് ആയിട്ട് പെർഫ്യൂം തുറക്കും. ആ വേറൊരു കാര്യം അറിയാം, ജെഫ്രിന് പെർഫ്യൂം വാങ്ങാൻ കൊള്ളില്ല. ഉള്ളി ഗേൾസ് പെർഫ്യൂമേ ഉപയോഗിക്കുള്ളൂ. എല്ലാരും അറിയട്ടെ. ആ, ലൈറ്റ് സ്മെൽ അല്ലേ പെർഫ്യൂം? സത്യം കിട്ടും, അല്ലെങ്കിലേ കുറവാ. അല്ല പിന്നെന്താ? പ്രാങ്ക് ആയിരിക്കും. എന്താ പ്രാങ്ക് ആയിരിക്കും ചിലപ്പോ. അപ്പൊ ഇതൊക്കെ ഇട്ട് പൊളിക്കുക അങ്ങോട്ട്. ഓ വേണ്ട, അപ്പൊ നോക്കാളെ. ഓക്കെ, അപ്പൊ വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഞാൻ അമ്മയുടെ പെർഫ്യൂം പൊട്ടിക്കും. ഇവിടെ എന്ത് പെർഫ്യൂമാണ്? അതെ, അമ്മയ്ക്ക് ചെറിയ ഇത്രയൊന്നും നമുക്ക് പറ്റില്ല കേട്ടാ. ചെറിയ ഗിഫ്റ്റാ. അമ്മയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വാങ്ങിയാൽ വെക്കില്ലല്ലോ.
ആ അത് വെച്ചൊന്നും കാണത്തില്ല. ഇല്ല. അത് വെച്ച് ഉള്ള കാഴ്ചയും കൂടെ പോകും. ഇത് 6 വെച്ച് എന്തൊക്കെ കാണുന്നുണ്ടല്ലോ. വാച്ചോ എന്തേ ജിയോ ശരിക്കും അതിടാൻ എന്റെ അടുത്ത് കയ്യില് സ്ഥലമില്ല കേട്ടോ ലുലു. വാച്ചിയുടെ മാറ്റയുടെ സ്ഥലമില്ല. അതാ ഞാൻ ഓർത്തില്ല വാങ്ങിയപ്പോ. 500 രൂപയുടെ തന്നത് അങ്ങനെ ഇരിപ്പുണ്ട്. അതെനിക്ക് തോന്നി. എവിടെ കിട്ടും ഞാൻ വാച്ച്? അതൊരാടോ എന്തായാലും നമ്മളൊക്കെ തരും. 2 കയ്യില് ചെയിൻ കെട്ടണല്ലേ, അപ്പൊ 2 കയ്യില് റാഡ കെട്ടിക്കോ. ഹാപ്പി. അപ്പൊ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇതൊക്കെ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. 2 കയ്യില് റാഡ കെട്ടിക്കോ. 2 മക്കളും. അപ്പൊ എന്റെ ഇത് കൂരാനോ? അമ്മ ഇതൊക്കെ ഇനി കുറച്ചാൾ ഊരി വെച്ചിട്ട് ഇതൊക്കെ ഇട്. അതെ, ഞങ്ങളെ ഓർക്കാൻ വേണ്ടി 2 പേരുടെ മക ഗിഫ്റ്റ്. ഓക്കെ, അതെന്തിനാ ഇമോഷണൽ ആവുന്നത്? അപ്പൊ ഓക്കെ, വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗൈസ്, അപ്പൊ ജെഫ്രി തിരിച്ച് പണിയെടുക്കാൻ ഷോപ്പിൽ പോയിക്കോ. എന്തായാലും സീക്കിംഗ് ആൻഡ് ഹോട്ട് ബോക്സ് നിങ്ങൾ മറക്കണ്ട കേട്ടോ. കത്രിക്കടവ് തന്നെ ഒന്ന് ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ മതി സീക്കിംഗ് എന്നുള്ളത്. അടിപൊളി ഫുഡാണ്. AC ഇല്ല കേട്ടോ, AC ഇല്ല. എന്നാ ഇത് ഒരു ഫാൻ അയച്ചു തന്നതാ. സോറി, അറിയാതെ തുറന്നുപോയി. ഇന്നാ ഇതും കൂടെ പിടിച്ചോ. കാണിക്ക് സ്വന്തം മുഖം, എന്റെ മുഖം, എന്റെ തല, എന്റെ ചോക്ലേറ്റ്. അതിനകത്തുള്ള മാത്രം പോവാ ഷോപ്പിലേക്ക്. പണിയെടുക്കാൻ പോവാ. ഞാനേ ഈ ബർത്ത്ഡേ ബോയ്ക്ക് ചൂടെടുക്കണം. ചൂടെടുക്കും. കോസ് കോഫിലോ ഫ്രഷ് ഷോസിലോ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ആള് നോക്കിയപ്പോ അതെ ഹോർലിക്സ് മതിന്ന് പഴയ കാലങ്ങൾക്ക് പോകുന്നു. അല്ല, LKG-ലൊക്കെ പഠിച്ചവരോ 10-40 വർഷം പഴയ കാലത്തേക്ക് പോയി. പറ്റുന്നില്ല അല്ലേ? പോയാലോ? തണുപ്പ് സ്ഥലം തപ്പി. അല്ല, നമ്മുടെ ഹാർബിൻ ഐസിറ്റി പോണ്ടേ? അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യട്ടെ. സ്വന്തം കേക്കിന്റെ ഫോട്ടോ എടുത്ത് ആസ്വദിച്ച് സ്വന്തമായിട്ട് ടാഗ് ചെയ്ത് എന്ത് വേണം വേറെ ഒരു കിടിലൻ ചോക്ലേറ്റ് കേക്ക്. ഇന്ന് പൊളിച്ചല്ലോ. കാമുകിമാര് പോലെ ഇത്രയും ഗിഫ്റ്റ് തരുമോ? ആ, കട്ട് ചെയ്ത് സ്വന്തമായിട്ട് കഴിക്കും മൊത്തം. എന്റെ പേര് ഞാൻ കട്ട് ചെയ്യണില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജെഫ്രി, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. തന്നേക്ക്. അപ്പൊ 2 40s. അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്ത്യനായിട്ട് സാറിന് താറാവ് കറി തന്നെ വേണമെന്ന്. കായൽ തീരത്തിന് താറാവ് കഴിക്കണം എന്നല്ലേ? ഇപ്പോഴാണ് പറഞ്ഞത്. ഏതാ എന്താ പേര്? അക്കറേൻകോ. കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടത്. അതെ, ആർത്തി, താറാവ് കഴിക്കുള്ള ആർത്തി ഉണ്ടോ? മനസ്സിലായി എനിക്ക്. ബർത്ത്ഡേ ആയിട്ട് തമിഴ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. എന്താ പേരെന്തായിരുന്നു? രസനായി. 3 ടൈപ്പ് മെനു. ഒന്ന് കാരക്കുടി സ്പെഷ്യൽ മെനു, ഒന്ന് സൗത്ത് ഇന്ത്യൻ മെനു, മൺസൂൺ മെനു. ഇതിലേ ഈ ലാസ്റ്റത്തെ 2 ഐറ്റം ഒന്ന് വായിച്ച് എന്താ അതിന്റെ പറയുന്നതെന്ന് പറഞ്ഞ. ഇതാണോ? അല്ല, ഇവിടെ ഇത് എന്താ? നെല്ലൂർ ചപ്പാള പുളുസു. നെല്ലൂർ ചപ്പാള പുളുസു. ഇത് അടുത്തത് ഇത് ചെട്ടിനാട് എറൽ തൊക്കു. അത് മറ്റേ ഇതൊക്കെ അന്തോട്ടം നമ്മളോട് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞു കൊടുത്തത്. സംഭവങ്ങളൊക്കെ കൊല്ലം കേട്ടോ. മസാല മോര് ഇവിടെ കിട്ടാത്ത ഒരു ക്യൂസീനാണ് ഇവിടെ കിട്ടുന്നത്. സോ ഇറ്റ്സ് സ്പൈസി, ടാങ്കി, സ്വീറ്റ്, എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. നമ്മൾ പിന്നെ സ്പെഷ്യലായിട്ട് വേറെ നമുക്ക് വേണ്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പേരൊക്കെ മാറ്റി തരും. അല്ലേ? പേരൊക്കെ മാറ്റി തരും. പേര് പറയരുതെന്ന് പറഞ്ഞത്. സ്പെഷ്യൽ.
സോ ഇതെന്തോ ഒരു ചിക്കൻ കുഴമ്പ് പോലത്തെ സംഭവമാണ്. ഇത് നമുക്കൊരു ഷെഫ് സ്പെഷ്യലും ഇത് ഇവരുടെ ബൺ പൊറോട്ടയും നൂൽ പൊറോട്ടയും കേട്ടോ. ഇത്രയും ഐറ്റംസ് ആണ് ഇവിടുത്തെ പോപ്പുലർ. ഫുൾ തീർക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ തീരുമല്ലോ. ഇതിന് ഐസ്ക്രീം ഇല്ല. വേണ്ട, കേക്ക് കഴിച്ചില്ലേ? കേക്ക് ആരാ കേക്ക് ആര്? പ്രിയാമോഹനായിരിക്കും. ഞാനും പ്രിയ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. അര കിലോ കേക്ക് ഫുൾ തീർത്ത്. എനിക്ക് വേണ്ട കേക്ക്, ഞാൻ കഴിക്കില്ല. കുറച്ച് കഴിക്ക് പ്രിയ എന്ന് പറഞ്ഞാൽ പിന്നെ അതും ഇരുന്നില്ല, ഒന്നും ഓർമ്മയില്ല. ആ വീട്ടില് അടയ്ക്ക മറ്റേ മധുരം കഴിച്ചതാ. തൊണ്ടയ്ക്ക് എന്താണ്ടൊക്കെ പോലെ ഫുഡ് ഐസ്ക്രീം കഴിച്ചെങ്കിലും തോന്നുന്നു ശരിയാവുള്ളൂ. ഫുഡ് ഓക്കെ, എനിക്ക് സത്യമായിട്ട് അതേ തോന്നിയുള്ളൂ. പറഞ്ഞ റേറ്റിംഗ് കറക്റ്റാ അല്ലേ? കറക്റ്റ് അല്ലേ? 6 out of 10. അത് തന്നെ. ഓക്കെ. ആരാ കൊണ്ടുപോയി? അന്തു ആണ് നമ്മള് ഭയങ്കര സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയത്. നാളെ നമ്മുടെ ഇനോഗ്രേഷൻ ആണ്. പിന്നെ എത്തിക്കോണം രാവിലെ തന്നെ. രാവിലെ ഉണ്ടാവും അവിടെ. സോ എല്ലാരും പണി കഴിഞ്ഞ് ഇവിടെ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. സമയം 10:55. ഓക്കെ, സോ hopefully guys enjoyed a small birthday vlog. എന്തായാലും we had a great time. ജ്വല്ലറി ലോഞ്ച്, അതിൻ്റെ കൂടെ നമ്മുടെ ജ്വല്ലറി ലോഞ്ച് ആണ് ഓൺ 5th of July. സോ വീഡിയോ വരുന്ന അന്ന് നമ്മുടെ ജ്വല്ലറി ലോഞ്ച് ആയിരിക്കും. എല്ലാവരും വരുക. ഐ തിങ്ക് സോ യു ഗൈസ് ആർ ഗോയിങ് ടു ലവ് ദിസ് കളക്ഷൻ. എല്ലാ ബ്രാൻഡ്സിനും പുതിയ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ്റെ പുതിയ ഔട്ട്ഫിറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 300 ഔട്ട്ഫിറ്റ്സ് ആണ് നമുക്കിപ്പോൾ പുതിയ കളക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. കാലിക്കറ്റ് എക്സിബിഷനും മറക്കരുത്, July 12th and 13th.